ഒരു റിപ്പോർട്ടിങ്ങിലൂടെ നമ്മൾ ആരംഭിക്കുന്നു. മുല്ലപ്പെരിയാറിൽ എന്താണ് ആശങ്കയ്ക്ക് അടിസ്ഥാനം? മുല്ലപ്പെരിയാറിൽ വസ്തുത എന്താണ്? ഇവിടെയുള്ള ജനങ്ങളെ നമ്മൾ കേൾക്കേണ്ടേ? സർക്കാർ സംവിധാനം കുറച്ചുകൂടി ഉണർന്ന് പ്രവർത്തിക്കേണ്ടതുണ്ടോ? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് റിപ്പോർട്ടർ ലൈവത്തോൺ. ചുണ്ണാമ്പും സുർക്കി മിശ്രിതവും കരിങ്കല്ലും ഉപയോഗിച്ച് ബ്രിട്ടീഷുകാർ പണിതതാണ് 137 വർഷം പഴക്കമുള്ള മുല്ലപ്പെരിയാർ അണക്കെട്ട്. തമിഴ്നാട്ടിലെ തേനി, മധുര, ഡിണ്ടിക്കൽ, രാമനാഥപുരം എന്നിവിടങ്ങളിലെ ജലക്ഷാമവും പെരിയാർ കരകവിഞ്ഞൊഴുകി തിരുവിതാംകൂറിലുണ്ടാകുന്ന പ്രളയവും പരിഹരിക്കാൻ കണ്ടെത്തിയ മാർഗം. ബ്രിട്ടീഷ് നിർമ്മാണ വിദഗ്ധനായ ജോൺ പെനിക്യൂക്കിനായിരുന്നു നിർമ്മാണ ചുമതല. 1887 നിർമ്മാണം ആരംഭിച്ച അണക്കെട്ട് നിരവധി പ്രതിസന്ധികൾ മറികടന്ന് 1895 പൂർത്തീകരിച്ചത്. 1200 അടിയാണ് അണക്കെട്ടിന്റെ ആകെ നീളം. ഉയരം 152 അടി. 240 അടി നീളവും 115 അടി ഉയരമുള്ള ബേബി ഡാമും 240 അടി നീളവും 20 അടി വീതിയുള്ള എർത്ത് ഡാമും കൂടി ചേർന്നതാണ് മുല്ലപ്പെരിയാർ അണക്കെട്ട്. 50 വർഷം ആയുസ് കണക്കാക്കിയിരുന്ന ഡാമിനെ 999 വർഷത്തേക്കാണ് തമിഴ്നാടിന് പാട്ടത്തിന് നൽകിയിരിക്കുന്നത്. ഇന്ത്യ സ്വതന്ത്രമായതിനു ശേഷം 1970 കരാർ പുതുക്കിയെങ്കിലും പഴയ കരാറിലെ എല്ലാ വ്യവസ്ഥകളും അതേപടി നിലനിർത്തി. ഇതാണ് പുതിയ ഡാം എന്ന കേരളത്തിന്റെ ആവശ്യത്തിന് മുന്നിലെ പ്രതിസന്ധി. അണക്കെട്ടിൽ ചോർച്ച വരാൻ തുടങ്ങിയതോടെയാണ് അണക്കെട്ട് ദുർബലമാണെന്നും ജലനിരപ്പ് 136 അടിക്ക് മുകളിൽ ഉയർത്താൻ പാടില്ലെന്നും കേരളം ആവശ്യപ്പെട്ടത്. അന്ന് ആരംഭിച്ചതാണ് കേരളവും തമിഴ്നാടും തമ്മിൽ മുല്ലപ്പെരിയാറിനെ ചൊല്ലിയുള്ള നിയമയുദ്ധങ്ങൾ. അണക്കെട്ട് സംസ്ഥാനത്തെ 5 ജില്ലകളിലെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണിയാണെന്നാണ് കേരളത്തിന്റെ വാദം. എന്നാൽ മുല്ലപ്പെരിയാറിന്റെ സുരക്ഷയെക്കുറിച്ച് നടന്നിട്ടുള്ള ശാസ്ത്രീയ പഠനങ്ങൾ ചൂണ്ടിക്കാട്ടി ഈ ആശങ്കകളിൽ കഴമ്പില്ലെന്നാണ് തമിഴ്നാട് പറയുന്നത്. സുപ്രീം കോടതി വരെ എത്തിയ നിയമ പോരാട്ടങ്ങളിലെല്ലാം വിജയം തമിഴ്നാടിനൊപ്പം നിന്നു. കേരളത്തിലെ മഴ അതിതീവ്ര മഴയിലേക്ക് മാറിയതും ഉരുൾപൊട്ടലുകളും പ്രളയവുമെല്ലാം മുല്ലപ്പെരിയാറിൽ കേരളത്തിന്റെ ആശങ്കകൾ വർദ്ധിപ്പിക്കുന്നുണ്ട്. പുതിയ ഡാം പണിതാൽ തങ്ങൾക്ക് വെള്ളം കിട്ടാതെ വരുമോ എന്ന് തമിഴ്നാടും ഭയക്കുന്നു. തമിഴ്നാടിന് ജലം നൽകുന്നതിൽ കേരളം എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടില്ല. സുരക്ഷയെ മുൻനിർത്തി പുതിയ അണക്കെട്ട് എന്നതാണ് കേരളത്തിന്റെ ആവശ്യം. ഇതിനായുള്ള വിശദമായ പ്രൊജക്ട് റിപ്പോർട്ടും കേരളം തയ്യാറാക്കിയിട്ടുണ്ട്. തമിഴ്നാടിനും കേരളത്തിനും ഇടയിൽ പുകയുന്ന മുല്ലപ്പെരിയാറിൽ ഇരു സംസ്ഥാനങ്ങൾക്കും സ്വീകാര്യമായ ഒരു പ്രശ്ന പരിഹാരം സാധ്യമാകുമോ എന്നാണ് റിപ്പോർട്ടർ ലൈവത്തോൺ ഇന്ന് പരിശോധിക്കുന്നത്. ജനങ്ങളുടെ ആശങ്കയും സംശയങ്ങളും വിദഗ്ധരുടെ വിലയിരുത്തലുകളും റിപ്പോർട്ടർ നിങ്ങൾക്ക് മുന്നിലെത്തിക്കുന്നു.